2018 മമ്മൂട്ടി അവസാനമായിട്ടൊരു തമിഴ് പടത്തിൽ അഭിനയിക്കുന്നത്. റാം സംവിധാനം ചെയ്ത പേരൻപ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഭയങ്കര ഇമോഷണലി ഹുക്കിംഗ് ആയിട്ടൊരു പടമാണ്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാണാത്തവർ ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം. പേരൻപ് ഇസ് എ മസ്റ്റ് വാച്ച് ഫിലിം. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അങ്ങനെ ഒരു 8 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി തമിഴ് സിനിമയിലേക്ക് വരികയാണ്. രാജ്കുമാർ പെരിയസ്വാമിയാണ് സംവിധായകൻ. അതായത് അമരൻ്റെ സംവിധായകൻ. നായകൻ ധനുഷാണ്. ധനുഷ് മമ്മൂട്ടിയും കൂടി ഒരുമിച്ചെത്തുന്ന സിനിമയാണ്. ചിത്രത്തിൻ്റെ പേര് ഓം. ഓമിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നസറുദ്ദീൻ ഷായും ഉണ്ട് പടത്തിൽ. ഏകദേശം 32 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും നസറുദ്ദീൻ ഷായും ചേർന്ന് ഒരുമിച്ച് അഭിനയിക്കുന്നത്. പൊന്തമാടയിലാണ് അവസാനമായിട്ട് ഇരുവരും ചേർന്ന് അഭിനയിച്ചിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ക്രക്സ്. മലേഷ്യയിൽ വെച്ച് അതിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്ഡേറ്റ്. ഓം എന്ന സിനിമ വളരെയധികം ഹൈപ്പിലുള്ള, വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. അത് രാജ്കുമാർ പെരിയസ്വാമി എന്ന സംവിധായകന്മേലുള്ള പ്രതീക്ഷയുണ്ട്. ധനുഷ് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സിന് ശേഷം ഒരു നല്ല സംവിധായകൻ്റെ അടുത്ത് വന്ന ഒരു ഫീലുണ്ട്. ഇപ്പം ഞാൻ ഒരിക്കലും പോർത്തൊഴിൽ എടുത്ത വിഘ്നേഷ് രാജ മോശം സംവിധായകനാണെന്ന് പറയുന്നില്ല. പക്ഷേ കര എന്ന പടത്തിൽ പുള്ളിക്കത് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ധനുഷ് എന്നെ സംവിധാനം ചെയ്ത ഇഡ്ലിക്കട എന്ന് പറയുന്ന പടത്തിനെ മോശമായിട്ട് അതിന് മുന്നേ കണ്ടില്ല. പക്ഷേ റിലീസിന് ശേഷം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ധനുഷിൻ്റെ പല പടങ്ങളും തിയേറ്ററിൽ റിലീസാവുകയും അതൊരു വലിയ മാറാതെയും ചെയ്യുകയും ചെയ്തു. പലതും വലിയ പ്രോജക്റ്റുകളാണ്. ഇപ്പോൾ അരുൺ മാതേശ്വർ ക്യാപ്റ്റൻ മില്ലർ എന്ന പടം എടുത്തു. അതൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്രോജക്റ്റായിരുന്നു. അത് പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഇപ്പം പല പടങ്ങളും അതുപോലെ ധനുഷിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതീക്ഷയോടെ വരുന്ന സിനിമകളുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ വരുന്ന, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഇപ്പം വെട്രിമാൻ പ്രോജക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അതിലൊന്നും ഒരു പ്രതീക്ഷയും വയ്ക്കുന്നില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇത് എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. അത് മമ്മൂട്ടിയുണ്ട്, ധനുഷുണ്ട്, സായ് പല്ലവി ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. അങ്ങനെ ഒരു നല്ല കാസ്റ്റ് ഈ പടത്തിൽ അസംബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഓം. അതിൻ്റെ മലേഷ്യൻ ഷെഡ്യൂളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ദിവസത്തെ ഷൂട്ടാണ് മമ്മൂട്ടിക്ക് ഉള്ളതായിട്ട് മനസ്സിലാവുന്നത്. എന്നാൽ ഷെഡ്യൂൾ തുടക്കം മുതൽ അവസാനം വരെ ധനുഷും നസറുദ്ദീൻ ഷായും ഉണ്ട് എന്നതും കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ചിത്രം വളരെയധികം പ്രതീക്ഷയോടെ വരുന്നൊരു സിനിമയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി തമിഴിലേക്ക് വരുമ്പോഴേക്കും ചുമ്മാ വരില്ല എന്നൊരു വേറൊരു പ്രതീക്ഷയുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന റോൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് പ്രത്യേകം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ മമ്മൂട്ടി പോലൊരു ആക്ടർ അവിടെ പോയി അഭിനയിക്കും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലൊരു സ്ക്രിപ്റ്റ് അതിൽ നിന്നുണ്ടാകും. മാത്രമല്ല മമ്മൂട്ടി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകളിലും വളരെയധികം പ്രതീക്ഷയുണ്ട്. എക്സെപ്റ്റ് ഫോർ പേട്രിയറ്റ് വിച്ച് ഡി നോട്ട് വർക്ക്. പക്ഷേ ബാക്കിയുള്ള സിനിമകളിലൊക്കെ തന്നെ ഒരു മമ്മൂട്ടി പ്രോജക്റ്റിന് വളരെ പ്രതീക്ഷ നൽകുന്ന അതിനായിട്ടൊരു ഓഡിയൻസ് ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ഒരു മമ്മൂട്ടി പോയി ഒരു ധനുഷ് പടത്തിൽ, ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് സംതിങ് എന്ന് വിശ്വസിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഏജൻറ്റ് ഒരു പടങ്ങളൊന്നും ഞാൻ കൂട്ടുന്നില്ല, അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അത് തെലുങ്ക് പടമാണ്. പക്ഷെ എന്നാൽ പോലും ഈ പടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവിടെയും നൽകുന്നുണ്ട്. ശ്രീലീലയാണ് ഈ പടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട താരം. അമരൻ കണ്ടവർക്കറിയാം, അമരൻ എന്ന സിനിമ നമ്മളെ വല്ലാണ്ട് ഹുക്ക് ചെയ്തൊരു സിനിമയാണ്. അതായത് അതിൻ്റെ ഇമോഷണൽ ആസ്പെക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഒരു ജേണിയിലേക്ക്, മുകുന്ദൻ്റെ ഒരു ജേണിയിലേക്ക് കൊണ്ടുപോകുന്നത് വെറുതെ അല്ല. നമ്മൾ ആ ഒരു സോളിലൂടെ, ആ ആത്മാവിലൂടെ നമ്മളൊരു ഓഡിയൻസിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ ഇവിടെയും അങ്ങനൊരു മാജിക്ക് സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിലൂടെയാണ് പോകുന്നത്. D55 ധനുഷിൻ്റെ 55ാമത്തെ പടമാണ് ഈ സിനിമ. ഏകദേശം ഒക്ടോബർ പകുതിയോടുകൂടി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനൊരു പ്രോജക്റ്റ്, അങ്ങനൊരു സിനിമാ പ്രേമികൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സായ് അഭ്യങ്കറാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. സായ് അഭ്യങ്കർ ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ചൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് നമ്മളിപ്പോൾ കണ്ടത് കറുപ്പ് എന്ന സിനിമയിലൂടെയാണ്. സൂര്യ നായകനാണ് കറുപ്പിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതായത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ സായ് അഭ്യങ്കറിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിൽ വേറെ കുറച്ച് പേര് സായ് അഭ്യങ്കറിനെ അനിരുദ്ധമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു മറുപടിയൊന്നുമില്ല. അനിരുദ്ധ് എങ്കെയോ ഇറക്ക് അവരെയൊക്കെ വെച്ചിട്ട് സായ് അഭ്യങ്കറൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ഉനക്കെ കുറച്ച് ഓവറാ തോന്നില്ല എന്നൊക്കെ തോന്നിപ്പോകും. സായ് അഭ്യങ്കർ ലെറ്റും പുള്ളി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ സോളോ ആൽബംസ് വെച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹം ബൾട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിനകത്ത് ജാലക്കാരി എന്ന പാട്ട് കുറച്ച് ട്രെൻഡിങ് ആയി മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ലെറ്റ് ഇംപ്രൂവ് വരട്ടെ, ബിയോണ്ട് കമ്പാരിസൺസിലോട്ടൊക്കെ പോകട്ടെ. എന്തിനാണ് ഒരാളുടെ വർക്ക് മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. എന്തായാലും ഇങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാസ്റ്റ് ക്രൂ ടീമാണ് ഈ പടത്തിലുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വിൽ വർക്ക്.
അതിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് ഇപ്പോൾ മലേഷ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം സൈഡ് റോളിൽ കൊണ്ടുപോയി എങ്ങോട്ടെങ്കിലും പ്ലേസ് ചെയ്യാതിരിക്കുക മമ്മൂട്ടിയെ എന്നാണ് അവരുടെ ആവശ്യം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രധാനപ്പെട്ട മേജർ റോൾ ഉണ്ടാകുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്.